സംഖ്യയുടെ പുസ്തകം 21 അധ്യായം 4 തുടങ്ങി 9 വരെയുള്ള തിരുവചനങ്ങൾ. ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, വീണ്ടും തിരുവചന മണിക്കൂറുകളിലേക്ക് നമ്മെ ഒരുമിച്ച് കൂട്ടിയ സൈന്യങ്ങളുടെ കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നാം കേട്ടു, തിരുവചനത്തിലൂടെ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അനുഗ്രഹത്തിൻ്റെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ജനവും അനുഗ്രഹം ആസ്വദിച്ചു പോകുന്ന വഴിയിൽ ദൈവത്തെ അടച്ചാക്ഷേപിക്കുന്ന സ്വഭാവവിശേഷമുള്ളൊരു ജനക്കൂട്ടവും. ദൈവം അനുഗ്രഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കള് അവരുടെ അനുഗ്രഹത്തെ കണക്കിലെടുക്കാതെ ദൈവത്തെ തള്ളിപ്പറയുന്നു. അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു. ആദ്യത്തെ തകർച്ച വരുന്നത് അവിടെ നിന്നാണ്. ദൈവത്തിനും അഭിഷിക്തനുമെതിരെ അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ജനത്തെ ദൈവം അനുഗ്രഹത്തിലേക്ക് നയിക്കുമ്പോൾ ആ രക്ഷയെ അവർ ശിക്ഷയെന്ന് വിളിക്കുകയാണ്. മരുഭൂമിയിൽ വെച്ച് മരിക്കാൻ നീ ഞങ്ങളെ കൊണ്ടുവന്നതാണോ? പാറയിൽ നിന്ന് ജലം നൽകിയ ദൈവത്തെ മറന്ന് മന്നയെ വിലകെട്ട അപ്പമാക്കി അവർ പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു, ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. വിലകെട്ടപ്പം, വിലകെട്ടപ്പം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:20. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യകരമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയത്. ഈ വാക്ക് വളരെ 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 ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരോട് പറയുന്നു, ഓരോരുത്തർക്കും ആസ്വാദ്യകരമാം വിധം പാകപ്പെടുത്തിയത്. ഓരോ വ്യക്തിക്കും അവൻ്റെ ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ ദൈവം പാകപ്പെടുത്തി കൊടുക്കുന്നു. ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വലിച്ചു വാരി കഴിച്ചോ എന്ന് പറയുന്ന ദൈവമല്ല. ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ട് അനുഗ്രഹിക്കുകയും അവന് വേണ്ടത് കൊടുക്കുകയും ചെയ്യുന്ന ദൈവിക നടത്തിപ്പ്. ദൈവജനം മറന്നു പോകുന്നൊരു കാര്യം ഇത്. അടിമത്തത്തിൽ നിന്ന് അവര് ഒരു വലിയ കലത്തിന് ചുറ്റുമിരുന്ന് ഭക്ഷിച്ചിട്ടുണ്ട്. അതൊരൊറ്റ ഭക്ഷണമാണ്, അതിനൊരൊറ്റ രുചിയേ ഉള്ളൂ. അത് കിട്ടിയാലും കിട്ടിയില്ലേലും അത് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം. കൂടെ എഴുതി വച്ചിരിക്കുന്നു, അവരുടെ അധ്വാനം കൂടാതെ തന്നെ. മറ്റത് രാപകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു മിനിറ്റ് പോലും അവർക്ക് റെസ്റ്റില്ലായിരുന്നു. കഠിനമായി അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ഒരു ജനത. അവരുടെ അടിമയായിരുന്ന കാലത്ത് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാ ഭക്ഷിച്ചിരുന്നത്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, അവരുടെ അധ്വാനം കൂടാതെ തന്നെ ദൈവം അവർക്ക് ഓരോരുത്തർക്കും ആസ്വാദ്യകരമായ വിധത്തിൽ തൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. രുചികരമാക്കി ദൈവം കൊടുക്കുന്നു. എന്നിട്ട് വചനം പറയുന്നു, ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:21. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത്. അവന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്തും ആയിക്കൊള്ളട്ടെ, അത് അവന്റെ രുചിക്കനുസൃതമായി അത് രൂപാന്തരപ്പെടുകയാണ്.
ലോകത്തിൽ ഇന്നേ വരെ ഒരു ഭക്ഷണവും ഇങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടില്ല, ഇനിയൊട്ട് പെടുകയുമില്ല. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് അത്യുന്നതന്റെ ശക്തമായ ഇടപെടലാണ്. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്തത് രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിച്ച് കൊണ്ടുപോയ ജനം, അവർ അനുഗ്രഹത്തിലേക്ക് ചുവടുവെച്ച ജനം, ഇടയ്ക്ക് വെച്ച് അവർ ദൈവത്തെ മറുതലിച്ച് പറയുന്നു, വിലകെട്ടപ്പം, ഇവിടെ വെള്ളമില്ല. പിറുപിറുപ്പ് തുടങ്ങി. അഭിഷിക്തനെതിരെ. മരിക്കാൻ കൊണ്ടുവന്നതാണോ? രക്ഷിക്കാൻ കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് ദൈവത്തിന് ആസ്വദിച്ച്, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം ആസ്വദിച്ച് പോകുന്നവർ തന്നെ ദൈവത്തിനെതിരെ തിരിച്ചു പറയുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയ ഒരു സഹോദരി ധ്യാനകേന്ദ്രത്തിൽ വന്നു. കയ്യിൽ കുട്ടിയുണ്ട്. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവവചനമൊക്കെ കേട്ട് ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒത്തിരി അനുഗ്രഹമുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത്, ഒത്തിരിയേറെ അനുഗ്രഹമുള്ള ജീവിതം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കുമായിരുന്നു. ഈ വചനഭാഗം കേട്ടിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. രുചികരമായിരുന്നു ഞങ്ങളുടെ ജീവിതം. വിവാഹമോചനത്തിന്റെ വക്കിലാണ്, വിവാഹമോചനത്തിന്റെ വക്കില്. അവർ പറയുന്നു, എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് കിട്ടിയിരിക്കും. ഞങ്ങൾ ഒരുപോലെ രുചിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. രുചികരമായ ജീവിതം. ഭക്ഷിക്കുന്നവന്റെ രുചിക്കത്ത് രൂപാന്തരപ്പെട്ടു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് രൂപാന്തരപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ നടത്തിപ്പ് ഞങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോയവരാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചു. വീട് പണി ആരംഭിക്കുന്നതിന് മുമ്പ് വെള്ളം കിട്ടാത്ത സ്ഥലമാണെന്ന് പലരും പറഞ്ഞു. ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു, ദൈവമേ, വേറെ സാധ്യതയൊന്നുമില്ല, മരുഭൂമിയിലെ സമൃദ്ധി നീ എനിക്ക് നൽകിയിരിക്കുന്ന ഭൂമിയിലേക്ക് അയക്കണേ. ദൈവം അവന്റെ രുചിക്കൊത്ത് രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അവിടെ കിണർ കുത്താൻ ആരംഭിച്ചപ്പോ പരിസരവാസികൾ പറഞ്ഞു, വെറുതെ പണം കളയരുത്, ഞങ്ങളൊക്കെ കുത്തിയിട്ട് പാഴായി കിടക്കുകയാണ്, ഉപയോഗശൂന്യം, പണം നഷ്ടം, വെറുതെ അധ്വാനം വെറുതെ ആയി പോകും. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ അവരങ്ങ് മുന്നോട്ട് പോയി. സംഖ്യാപുസ്തകം 21:16 തുടങ്ങിയുള്ള വചനം അവരങ്ങ് ധ്യാനിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇസ്രായേൽ ജനം മൊവാബ് താഴ്വരയിലേക്ക് പോകുമ്പോൾ അവർക്ക് വെള്ളം കൊടുത്തൊരു ഭാഗമുണ്ട്. ഇങ്ങനെ പറയുന്നത്, അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ്. ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി, കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ചു പാടുവിൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ചെങ്കോലും ദണ്ടും കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ. അവർ ബേറിൽ നിന്ന് മത്താനിയയിലേക്ക് യാത്ര തുടർന്നു. പ്രിയപ്പെട്ടവരെ, ആവശ്യമുള്ള വെള്ളം ദൈവം കൊടുത്തു. ഒറ്റ വചനത്തിന്റെ ശക്തി അവരുടെ രുചിക്കൊത്ത് രൂപാന്തരപ്പെട്ടു. പരിസരവാസികൾ പറഞ്ഞു, കുടിക്കാനോ കുളിക്കാനോ കൊള്ളില്ലാത്ത വെള്ളമാണ് കിണർ കുത്തിയപ്പോൾ കിട്ടിയത്. പക്ഷെ ഇവർക്ക് ദൈവവചനത്തിന്റെ ശക്തിയിൽ അങ്ങ് ഇറങ്ങിയപ്പോ മരുഭൂമി പോലെ കിടന്ന സ്ഥലത്ത് പരിസരവാസികൾക്ക് കൂടെ വെള്ളം കൊടുക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ അദൃശ്യകരമായ ശക്തി അവിടെ ദൃശ്യമായി. രുചിച്ചറിഞ്ഞു കർത്താവ് എത്ര നല്ലവനെന്ന്. രുചിച്ചറിഞ്ഞ ദൈവത്തെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനത്തിന്റെ പ്രവൃത്തി പോലെ ഇവർ തള്ളിപ്പറയാൻ തുടങ്ങി. ഇവിടെ വായിൽ നിന്ന് ചില വാക്കുകൾ വീഴാൻ തുടങ്ങി. ഭർത്താവ് എതിരായി മാറി. ബട്ട് അതങ്ങനെ മനുഷ്യൻ ഇസ്രായേൽ ജനത്തിന്റെ അതേ സ്വഭാവം പലപ്പോഴും പുറത്തെടുക്കും. അനുഗ്രഹത്തിലേക്ക് ചുവട് വെച്ച് കയറുമ്പോൾ അതിന്റെ മധ്യത്തിൽ വെച്ചോ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വെച്ചോ ഇവർ പ്രശ്നം ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ഇവർ ദൈവത്തിനെതിരെ മറുതലിച്ചു. ഇവിടെ വായിൽ നിന്ന് കർത്താവിനെതിരെ പോന്നു. ഭർത്താവിന്റെ ജീവിതത്തിൽ ദൈവവിശ്വാസം വേരറ്റു. ഇവർ കലഹിക്കാൻ തുടങ്ങി. ഇവർ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. നിനക്കൊരു കുഞ്ഞും ജനിച്ചു. കർത്താവിന്റെ അഭിഷിക്തനെതിരെ ഭർത്താവ് പിറുപിറുക്കാൻ തുടങ്ങി. സന്ധ്യാപ്രാർത്ഥനകൾക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. പള്ളിയിൽ പോകുന്നതിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. വിലകെട്ടപ്പമെന്ന് ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ ആ മനുഷ്യന്റെ വാക്കുകൾ പുറപ്പെടാൻ തുടങ്ങി. അഭിഷിക്തരോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടാനോ എന്തിനെങ്കിലും പോയാലോ ഭാര്യയ്ക്കെതിരെ അഭിഷിക്തനെതിരെ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു എന്നാ പറയണേ. ഇവരുടെ വീട്ടിലേക്ക് വേറെ സർപ്പത്തെയൊന്നും അയക്കേണ്ടി വന്നില്ല. ഈ മനുഷ്യൻ തികഞ്ഞ മദ്യപാനി. പ്രിയപ്പെട്ടവരെ, വരുത്തി വെച്ചതാ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം അതിമനോഹരമായിട്ട് കൊണ്ടുപോയതാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൊണ്ടു നടക്കുന്ന വഴികളിൽ അനുഗ്രഹത്തിൽ ചുവട് വെക്കുമ്പോൾ ദൈവം പലതും തന്നുകൊണ്ടിരിക്കുമ്പോൾ പിറുപിറുക്കരുതെന്ന് കർത്താവ് ഈ മണിക്കൂറിൽ നമുക്ക് ശക്തമായ മുന്നറിയിപ്പ് തരികയാണ്. അനുഗ്രഹത്തിലേക്ക് പോകുന്ന വഴികളിലൊക്കെ വേണ്ടത് തരാൻ ബാധ്യസ്ഥനാണ് ദൈവം. വിളിച്ചിറക്കിയവൻ പാതി വഴിക്ക് വിട്ടുകളയില്ല.
എഴുതി വച്ച വചനം അതുപോലെ നിവൃത്തിയാവും. ഇനി അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് നമ്മുടെ കുഴപ്പമാണ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജലത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഭാര്യയും ഭർത്താവും രണ്ടായി നിൽക്കുകയാണ്. കുഞ്ഞു വഴിയാധാരം, അവന്റെ ഭാവി എന്താവും? ആ സ്ത്രീ പറയുന്നു, ഞാൻ വിദേശത്തേക്ക് പോയാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും, ഈ കുഞ്ഞിന്റെ കാര്യം അവതാളത്തിലാവും. ഇവിടെ വചനം പറയുകയാണ്, കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെത്തിക്കുന്ന നിങ്ങളായിരിക്കുകയില്ല. തലമുറകളെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്തേണ്ട മാതാപിതാക്കൾക്ക് അതിന് കഴിയാതെ പോകുമെന്നുള്ളൊരു വലിയ മുന്നറിയിപ്പ് ഇവിടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തലമുറകളുടെ അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന പല നന്മ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ കടന്നു കയറണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിനെതിരെയുള്ള പിറുപിറുപ്പ് നിർത്തലാക്കണം. ദൈവത്തിനെതിരെയുള്ള സംസാരം നിർത്തണം. വഴി നടത്തുന്ന ദൈവം, മരുഭൂമിയിൽ സമൃദ്ധി തരുന്ന ദൈവം, ആവശ്യത്തിനുള്ളത് പ്രദാനം ചെയ്യുന്ന ദൈവം, ദൈവത്തിനെതിരെ ഇനി നിന്റെ സ്വരം ഒരിക്കലും 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 പ്രതികൂലമായി പോവരുത്. ദൈവം കൊടുക്കുന്നത് തരുന്നതനുസരിച്ച് ആമേൻ പറഞ്ഞ് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? നമുക്കൊരുക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരിക്കലും കൈവശപ്പെടുത്താനോ തലമുറകളിലേക്ക് അത് കൈപ്പിടിച്ചു കൊടുക്കാനോ പറ്റാത്ത വിധത്തിൽ നമ്മൾ അതമ്പതിച്ചു പോകും. തെസ്സലോനിക്ക ലേഖനത്തിന്റെ 1 പറയുന്നത് ഇങ്ങനെയാണ്, 5-ാം അധ്യായം 9-ാം തിരുവചനം. എന്തെന്നാൽ നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ രക്ഷയെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയും. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ പിശാചി കെണിയൊരുക്കുമ്പോൾ അതിൽ നമ്മൾ ഭാഗവാക്കായിട്ട് ദൈവത്തിനെതിരെ പിറുപിറുക്കും. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 1-2 തിരുവചനം. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. ഈ വചനത്തിൽ ഒരു അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട്. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അത് അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടതാ. നന്നായിട്ട് പോയിരുന്ന ബിസിനസ്സാ. ഇപ്പോ കിടപ്പാടത്തിന്റെ പോലും പകുതി പോയി കിടക്കുക. കിടപ്പാടത്തിന്റെ പോലും അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർന്നതാ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരുന്ന വ്യക്തിയാ. ക്ഷണക്കാലത്ത് വെച്ച് ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോ ഇയാള് ദൈവത്തിനെതിരെ, ദൈവിക പദ്ധതികൾക്കെതിരെയൊക്കെ പിറുപിറുപ്പ്, ചില ദൈവിക സംവിധാനങ്ങൾക്കെതിരെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇത് കർത്താവിന്റെ ചവിട്ടി കേൾക്കാതെ പോവില്ല. ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴുന്നത് അറിയുന്നുണ്ട് ദൈവം. തലയിലെ മുടിനാര് കൊഴിയുന്ന അറിയുന്ന ദൈവം അറിയാതെ പോവോ? ദൈവകോപം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആളിക്കത്തിയിരിക്കുകയാണ്. ഈ വചനമെടുത്ത് മുന്നിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അയാൾ അന്താളിച്ചു പോയി. ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് എൻ്റെ ജീവിതത്തിൽ നടപ്പിലായതാ, ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടപ്പിലായത്. അയാൾ പറയുന്നു, എൻ്റെ വായിലിരിപ്പാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ദൈവം എടുത്ത് പെരുമാറിക്കളയും. നിന്റെ കയ്യിലിരിക്കുന്ന ദൈവം ഊതിപ്പറത്തിക്കളയും എന്നൊക്കെ പറയുന്നത് പോലെ പിടിമുറുക്കിയിരിക്കുന്നത് പിടിവിട്ടു പോകും. നിന്റെ കാരണം എന്തെന്നറിയോ? നമ്മൾ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരാ. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ദൈവത്തിനെതിരെ മറുതലിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ദൈവത്തെ നമ്മൾ പ്രകോപിപ്പിക്കുന്നത്. നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ നന്ദിഹീനരായിട്ട് ജീവിക്കുന്നു. ഇതാണ് പല ഭാഗങ്ങളും ദൈവം വെട്ടിനിരത്തുന്നത്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ പോലും ചില രോഗപീഠകൾ അതികഠിനമായി ആക്രമിക്കുന്നു ചില വ്യക്തികളെ. ഇടപെടുമ്പോൾ മനസ്സിലാവും അവരിലൊക്കെ കെട്ടിക്കിടക്കുന്ന ചില 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 സ്വഭാവ വിശേഷങ്ങളുണ്ട്. അത് അവരെന്തോ വലിയ കാര്യമെന്ന് കരുതി കൊണ്ടു നടക്കുക.
ഇതുമൂലം ദൈവകോപത്തിന് പ്രവർത്തിക്കാൻ അവരൊരു വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. പരിശോധിച്ചോണം, ദൈവം ഇപ്പോഴും 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 നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിശക്തമായിട്ട് ഇടപെടുകയാണ്. സംഖ്യാപുസ്തകം 14:1-3 രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ വാളിനിരയാവാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കിരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. കണ്ടോ, ഉപേക്ഷിച്ച പാപത്തിലേക്ക് തിരികെ പോവാനുള്ള ഒരു ചായ്വ് അവന്റെ ഉള്ളിലുണ്ട്. ദൈവം അതിശക്തമായി നയിക്കുന്ന ഒരു ജനം, ദൈവം അതിശക്തമായി ദൈവദൂതന്മാരുടെ അപ്പം കൊടുത്ത്, ചോദിക്കുന്നതൊക്കെ കൊടുത്ത്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ചുവടുവെപ്പിച്ചു കൊണ്ടുപോകുന്ന ദൈവം. പക്ഷെ ഈ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴും വിട്ടു പോന്നതിന്റെ പിന്നാലെ പരക്കം പായാൻ അവന്റെ അന്തരംഗം അവനെ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുക. പരിശോധിച്ചോണം, നിന്റെ ജീവിതത്തിൽ തലമുറകൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടും ദൈവം. അതുകൊണ്ട് അവര് പറയുന്നത്, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ വാളിനിരയാവാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തെ കൊണ്ടുവന്നത് എന്തിനാ? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കിരയായി തീർന്നല്ലോ. ശത്രുക്കൾക്ക്, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുന്ന പലരുടെയും തലമുറകളും പങ്കാളിയും ഒക്കെ പിശാചിന്റെ കയ്യിൽ ഉപകരണങ്ങളായി പോകുന്നുണ്ട് പലരിടത്തും. അവരോടൊക്കെ ഇടപെടുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇവരുടെ നാവിൽ ഇപ്പോഴും കർത്താവിനെതിരെ പിറുപിറുപ്പ് അതിശക്തമായിട്ട് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിനെതിരെ ഇത് തലമുറക്കിട്ട് പണി കൊടുക്കും. നേരത്തെ കേട്ടില്ലേ, പാളയത്തിന്റെ ചില ഭാഗം വസ്തുവകകൾ വെട്ടിമാറ്റും. നിന്റെ അവകാശം നിന്നിൽ നിന്ന് ആരും എടുത്തു കളയെന്ന് പറഞ്ഞ ദൈവം അവിടെ മൗനം പാലിക്കും. ഇത് പലരും കൊണ്ടുപോകും. കരുത, ദൈവത്തോടുള്ള സമീപനത്തിൽ നീ മാറ്റം വരുത്തിയേ പറ്റൂ. നാവടക്കണം. പ്രാർത്ഥിക്കേണ്ട നാവ് കൊണ്ട് തന്നെ നീ ദൈവത്തിനെതിരെ പിറുപിറുക്കരുത്. ദൈവം അതിശക്തമായി അതിശക്തമായി തൻ്റെ ജനത്തിന്റെ നേരെ അതിശക്തമായി ഇടപെടും. അതുകൊണ്ടല്ലേ ദൈവം അവസാനം പറഞ്ഞു വെച്ചത്, നിങ്ങളിൽ 20 അതിലേറെ വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ പ്രവേശിപ്പിക്കില്ല. നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനെന്നാ പറയാ, പ്രവൃത്തികളിൽ കാരുണ്യവാൻ. എന്നാൽ കാരുണ്യത്തോടൊപ്പം ക്രോധമുണ്ട് കർത്താവിന്. പിറുപിറുപ്പിൽ ഈ കാരുണ്യം പിൻവലിക്കപ്പെടും. പിറുപിറുപ്പിൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്നതാണ്. നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം, കിട്ടിയാ കിട്ടി. അല്ല, ഉറപ്പിച്ചതാ ദൈവം. ശത്രു രാജാക്കന്മാരെ വിറപ്പിച്ചുകൊണ്ട് തന്റെ ഉറപ്പിൽ ജനത്തെ കൊണ്ടുപോയൊരു കർത്താവ്. ആ ദൈവത്തെ ഇവര് പിറുപിറുപ്പ് കൊണ്ട് പ്രകോപിപ്പിച്ചു. ദൈവം വാഗ്ദാനം പിൻവലിച്ചു. വാഗ്ദാനം പിൻവലിച്ച ദൈവം അവരെ എന്നേക്കുമായിട്ട് അവരെ ആ മരുഭൂമിയിൽ തന്നെ ഒടുങ്ങാനുള്ള വഴിയൊരുക്കി കൊടുത്തു. ചിന്തിച്ചു നോക്കണം. ചില മനുഷ്യരൊക്കെ പറയും, 10-40 വർഷമായിട്ട് ദൈവാനുഭവത്തിൽ ആ സഹോദര ഒരു പറയാണ്, ഒത്തിരിയേറെ രോഗശാന്തി കിട്ടിയിട്ടുണ്ട്, ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്, ചില അടയാളങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ അഭിമാനത്തോടെ പറയുമ്പോഴും ഇപ്പോഴും മരുഭൂമിയില്ല. ഒരിക്കൽ അങ്ങനെ പറഞ്ഞൊരു സഹോദരനോട് ഞാൻ പറഞ്ഞു, 40 കൊല്ലം ഇതുപോലെ നടന്നൊരു ജനത ഉണ്ടായിരുന്നു. ഈ 40 കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴോ മരുഭൂമിയിൽ തന്നെ ഒടുങ്ങി, മരുഭൂമിയിൽ തന്നെ തീർന്നു. ദൈവം കൊണ്ടു നടന്നേ, എത്തേണ്ടോടത്ത് എത്തിയില്ല, പോയില്ലേ. വാഗ്ദാനങ്ങൾ പിൻവലിപ്പിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം, അനുഗ്രഹം പിൻവലിപ്പിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം, എഴുതി വച്ചിരിക്കുന്ന സംരക്ഷണം വരെ നമുക്ക് വെച്ചിരിക്കുന്നത് പിൻവലിക്കപ്പെടും. വായി കിടക്കണ നാക്ക് അത്രയേറെ നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ദൈവം ഒരു അവസരം വെച്ച് തരികയാണ്, പറയുകയാണ്, എന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോഴും സാധ്യതയുണ്ട്. ഇപ്പോഴും ഒരുക്കി വെച്ചേക്കുക ദൈവം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അത് വടിയിൽ ഉയർത്തി നിർത്തിയപ്പോ പിച്ചള സർപ്പത്തെ നോക്കിയവരൊക്കെ രക്ഷ പ്രാപിച്ചു എന്നാ പറയാ. ഇന്ന് ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യർ കാര്യം പറഞ്ഞു.
കുരിശിലെ ഈശോയിലേക്കൊക്കെ നോക്കിയിട്ട് വിചാരിച്ച പോലത്തെ അനുഗ്രഹമൊന്നും എനിക്ക് കിട്ടണില്ല. പക്ഷെ ആള് പറഞ്ഞു, അതെന്നാ അങ്ങനെ, എന്തേലും പറയാനുണ്ടോന്നാ ചോദിച്ചേ. ഞാൻ പറഞ്ഞു, സഹോദരൻ അവിടെ ഇരുന്നോ, വചനം എടുത്തു. സംഖ്യാപുസ്തകം 21:7 ശ്രദ്ധിച്ച് കേട്ടോണം. ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു, അങ്ങയ്ക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. അങ്ങനെ പറയാ, അങ്ങയ്ക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു. അവർ പറയുന്ന വാക്ക് വളരെ വളരെ വ്യക്തമാണ്. ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കില്ലാത്തൊരു കാര്യം അവർക്കുള്ളത്. നമുക്കില്ലാത്തത് ചെയ്ത പാപത്തെക്കുറിച്ചൊരു ന്യായീകരണമോ ഒത്തുതീർപ്പൊന്നുമല്ല അവിടെ പറയുക. സംസാരിച്ച് പാപം ചെയ്തു. പിറുപിറുപ്പിന്റെ കാര്യം അവർ സമ്മതിച്ചത്. തമ്പുരാൻ അനുഗ്രഹിച്ച് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, അവനവനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എന്തിനെന്നോ? സമ്മതിക്കുന്നുണ്ടോ? ദൈവത്തിനെതിരെ പിറുപിറുത്തത്, ദൈവം കൊടുത്തതിനെതിരെ നീ മറുതലിച്ചത്, മരുഭൂമി എന്ന പോലെ നീ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ നിനക്ക് വേണ്ടി വെള്ളവും ഭക്ഷണവും ഒക്കെ ക്രമപ്പെടുത്തിയൊരു ദൈവമുണ്ട്. ഉള്ളതുകൊണ്ട് സ്വർഗത്തിലെ മന്ന പോലെ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയൊരു കാലമുണ്ട്. ഇന്ന് സമൃദ്ധി കൂടിയിട്ട് നമ്മൾ പറയൂലേ, തീറ്റ കൂടിപ്പോയിട്ട് ബാക്കി പറയാൻ പറ്റുകയല്ലോ. ഉണ്ടാ പറയാത്തെ കാര്യം മനസ്സിലായി കാണും. ദൈവത്തെ മറുതലിച്ച് പെറുപിറുത്തവരാ നമ്മൾ. ഇതാ നമ്മുടെ കുഴപ്പം. കർത്താവ് ഒരവസരം കൂടെ തരികയാണ്, ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു അവസരം. പ്രിയപ്പെട്ടവരെ, സംസാരിച്ച് പാപം ചെയ്തു. അവരത് പറയുമ്പോൾ അവര് ദൈവസന്നിധിയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കുറവ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്. അല്ല പിറുപിറുപ്പും അഹങ്കാരവും വിളിച്ച് പറയരുത്. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ കയറിയില്ലേ ദേവാലയത്തിൽ? ഒരുവൻ താൻ ചെയ്ത പ്രവൃത്തികളെയൊക്കെ കൊണ്ട് ഊറ്റം കൊണ്ട് നിൽക്കുമ്പോൾ അപരൻ ദൈവിക സാന്നിധ്യത്തോടടുത്ത് മാറത്തടിച്ച് പറയുന്നു, ഞാൻ പാപിയാണേ. അവന്റെ പിറുപിറുപ്പും അവന്റെ തള്ളിപ്പറയിലും എല്ലാം അതിലുണ്ട്. തമ്പുരാൻ അവനെ നോക്കി പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടു. അവന്റെ അനുഗ്രഹം എന്തെന്നോ? നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അവൻ മരുഭൂമിയിൽ ഒടുങ്ങേണ്ടവനല്ല, അവൻ കാനാനിൽ കയറേണ്ടവനാ. അവന്റെ ജീവിതത്തിൽ ദൈവം ഒരു കാനാൻ ദേശം ഒരുക്കിയിട്ടുണ്ട്. അതാതിൻ്റെ അർത്ഥം. അവൻ്റെ ഇന്നലെ വരെയുള്ള പിറുപിറുപ്പ് അവിടെ ഇറക്കി വെച്ചിട്ട് അവനത് ഏറ്റുപറച്ചിലിൽ കൊണ്ടുപോയി വെച്ചു. നമ്മൾ ആദ്യം ദേവാലയത്തിൽ പ്രവേശിച്ചവനെ പോലെ ന്യായീകരണങ്ങളും നമ്മുടേതായ പ്രവൃത്തികളുടെയൊക്കെ വലിപ്പമൊക്കെ വിളിച്ചു പറയുമ്പോൾ, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമേ, നമ്മളിപ്പോഴും അകത്താണ്, പക്ഷെ അകലെയാ. കൂടെ നടക്കുന്നവരാ, ആസ്വദിക്കാത്തവരും. വല്ലാത്തൊരു ഗതികേടാ. കണ്ണുകളടച്ച് കരം കൂപ്പി പിടിച്ച് ഒന്ന് വിലയിരുത്തി നോക്കണേ. എൻ്റെ ദൈവത്തിനെതിരെ പിറുപിറുത്ത് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? മറുതലിച്ച് എൻ്റെ അവകാശം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അതെനിക്കും എൻ്റെ തലമുറയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ അനുഗ്രഹമായി തീരേണ്ടതിന് പകരം അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു സാധ്യതയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടോ? ദൈവമേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പിറുപിറുപ്പ് എൻ്റെ അധരത്തിൽ നിന്ന് നിശേഷം നീക്കണമേ. സറാഫുകളിലൊന്ന് കുടിൽ കൊണ്ടെടുത്ത തീക്കനലുമായി പ്രവാചകന്റെ അധരത്തെ ശുദ്ധീകരിച്ചതുപോലെ ദൈവമായ കർത്താവെ, എൻ്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും എന്നും എപ്പോഴും അങ്ങേക്ക് സ്വീകാര്യമായിരിക്കട്ടെ. ആമേൻ.